കൂട്ടുകാരെ, കുഞ്ഞുമോൾ ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു അടിപൊളി ടിപ്പായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടിലെ ഡൈനിങ് ടേബിൾക്കൊക്കെ ഒരു ക്ലീനിങ്ങിൻ്റെ ഒരു സൊല്യൂഷൻ നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. ആ സൊല്യൂഷൻ വെച്ചിട്ട് നമ്മുടെ ഡൈനിങ് ടേബിൾ ക്ലീൻ ചെയ്യണ ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിതേ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ നമ്മൾ കുറേ പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിന് നമ്മുടെ ഗ്ലാസിൻ്റെ ഡൈനിങ് ടേബിൾ ആട്ടോ. അപ്പോൾ നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ നമ്മൾ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കോറലും കാര്യങ്ങളും ഒന്നും വരാണ്ടിരിക്കാനാണ് കേട്ടോ. ഈ സ്റ്റീലിൻ്റെ പാത്രമൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ കിണ്ണം അങ്ങനെയൊക്കെ വെക്കുമ്പോൾ എന്തായാലും ഒരു കോറൽ വരും. അപ്പോൾ പിന്നെ നമ്മൾ ഇതുപോലത്തെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഇട്ട് വെച്ചിട്ട് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്കതുപോലെ എന്താ പറയുക, കോറലും കാര്യങ്ങളൊന്നും വരില്ല. ഇപ്പം നമ്മുടെ ഒരു 10-9 വർഷമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുവരെ കോറലുകളൊന്നും വന്നിട്ടില്ല. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് നമ്മളിത് ക്ലീൻ ചെയ്യും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ടിപ്പാണ് നമ്മളിന്ന് കാണിക്കാൻ പോണത്. അപ്പോൾ അതാ നമ്മളിത് കവറൊക്കെ എടുത്ത് മാറ്റാനാണ് പോണത്. ആദ്യം തന്നെ നമുക്ക് സൊല്യൂഷൻ തയ്യാറാക്കാം. അതിനായിട്ട് നമ്മൾ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. കപ്പിൽ നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാത്രം മാറ്റി വയ്ക്കുക തന്നെ വേണം കേട്ടോ. ഇതുപോലത്തെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇതിന് വേണ്ടിയിട്ട് മാത്രം ഒരു പാത്രം എടുക്കുക. അതിലേക്ക് ഒരു 1/4 കപ്പൻ വിനീഗർ എടുക്കുക. വിനാഗിർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിന്തറ്റിക് വിനീഗർ ഇല്ലേ, അതെടുത്താലും മതി. നമ്മൾ ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് സിന്തറ്റിക് വിനീഗറാണ് എടുത്തിട്ടുള്ളത്. അതിൽ നമ്മൾ 1/4 കപ്പാണ് വിനീഗർ എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 കപ്പ് ലൈറ്റ് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പാത്രം കഴുകണ വിമ്മിൻ്റെ ലിക്വിഡ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ലിക്വിഡ് വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഒരു ഡ്രോപ്പ് കുറച്ച് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ തന്നെ നല്ലൊരു മണവും വരും. പിന്നെ നമ്മുടെ ഈ ഡൈനിങ് ടേബിൾ നന്നായി ക്ലീൻ ആവുകയും ചെയ്യും കേട്ടോ. ഈ സാധനം വെച്ചിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആഴ്ചയിലൊരു ദിവസം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. നല്ല ഡൈനിങ് ടേബിളാണ്. നമ്മൾ കവറിട്ട് വെച്ചിരിക്കുന്നത് തന്നെ ഉള്ളിലൊക്കെ നന്നായിട്ട് അഴുക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളിത് ഇടയ്ക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിൽ സൂക്ഷിച്ച് വെക്കട്ടെ. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ലൈറ്റ് ചൂടുള്ള വെള്ളമാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പോൾ അധികം കൂടുതൽ ദിവസമൊന്നും എടുത്ത് വെക്കാനൊന്നും അതുണ്ടാവില്ല. അത് മുകളിലൊന്ന് ജസ്റ്റ് തുടച്ചെടുക്കാനാണ്. നമ്മൾ കവറിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുകളിലൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് സൂക്ഷിച്ചെടുത്ത് വെക്കുന്നത് കേട്ടോ. പിന്നെ നമ്മളിതേ കപ്പിൽ കുറച്ചുണ്ട്. നമുക്കതുകൊണ്ട് നമ്മുടെ ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ആക്കാം. അപ്പോൾ ഞാൻ ഇതുപോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തുണിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നന്നായി മുക്കിയിട്ട് നമ്മുടെ ഡൈനിങ് ടേബിളിൽ നന്നായി തന്നെ തേച്ച് കൊടുക്കാം കേട്ടോ. ഈ തുണി കൊണ്ട് നന്നായി തേച്ച് നമുക്ക് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും എത്തി. ഇപ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ അടിയിൽ ചെറിയ ചെറിയ മാറാലകൾ ഉണ്ടെങ്കിൽ അതും നമുക്ക് ഇതുപോലെ ഇതിൻ്റെ ഉള്ളിൽ ചെറിയ മാറാലകളും കാര്യങ്ങളൊക്കെ എന്തായാലും ഇതിൻ്റെ അടിയിൽ വരും. അപ്പോൾ ആദ്യം നമുക്ക് ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ ഈ സൊല്യൂഷൻ ഒഴിച്ച് നന്നായും തുടച്ചെടുക്കാം. ഇപ്പോൾ തുടയ്ക്കുമ്പോൾ തന്നെ നമ്മളിതിൽ വിമ്മും വിനീഗറൊക്കെ തേച്ച് കാരണം തന്നെ നല്ലൊരു ഗ്ലേസിങ് വരും കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തും ഉള്ളിലായ കാരണം എനിക്ക് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഒട്ടിപ്പിടിച്ചിട്ട് ഒരു കറ പോലെ ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. അങ്ങനെ അഴുക്ക് വരുമ്പോഴാണ് നമ്മൾ ഈ കവറിട്ട് വരുമ്പോൾ ഈ ബബിളൊക്കെ ഇങ്ങനെ വരുമല്ലോ. അപ്പോൾ തന്നെ നമുക്ക് അത് വൃത്തികേടായിട്ട് തോന്നും. അപ്പോൾ നമ്മൾ സമയം കിട്ടുമ്പോഴൊക്കെ ആഴ്ചയിൽ അതെടുത്ത് ഇതുപോലെ ഒന്ന് നന്നായിട്ട് അതിൽ പൊടി ഉണ്ടാവുമല്ലോ, അത് നന്നായി തുടച്ചെടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ ആ ലിക്വിഡ് നമ്മൾ ഫുള്ളായിട്ട് മേശയമോ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് ജസ്റ്റ് കുറച്ച് നേരം ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് മൊത്തം നമ്മുടെ ഈ ലിക്വിഡ് ഒന്ന് മേശയമോ ഒന്ന് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒഴിച്ചിട്ട് പിന്നെ നമ്മുടെ മേശയുടെ ഈ അടിയിലും ഭാഗത്തൊക്കെ ഈ ലിക്വിഡ് തന്നെ നമ്മൾ മുക്കിയിട്ട് തുടയ്ക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അടിയിലും മേശയുടെ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ഭാഗത്തൊക്കെ നന്നായിട്ട് പൊടി ഉണ്ടാവും. പക്ഷെ അത് കാണില്ല നമ്മൾ. എന്നാലും നമ്മൾ ഈ തുണി വെച്ച് ഈ ലിക്വിഡ് വെച്ചിട്ട് ഉള്ളിൽ നിന്ന് നന്നായി തന്നെ തുടച്ചെടുക്കുക കേട്ടോ. നന്നായി തുടച്ചെടുക്കുമ്പോൾ തന്നെ നല്ലൊരു ഗ്ലേസിങ് വരും കേട്ടോ. നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഈ കവറിട്ട് കാരണം നമുക്ക് ശരിക്കും അതിൻ്റെ അടിയിൽ കാണാൻ പറ്റില്ല. ഉള്ളിൽ പൊടി നിറഞ്ഞാലാണ് നമുക്ക് ബബിൾസ് വരിക. അപ്പോൾ തന്നെ മേശ ആകെ വൃത്തികേടായിട്ടിരിക്കും. പിന്നെ നമ്മൾ വിചാരിക്കും ഈ കവറൊക്കെ ഊരിക്കളയാമെന്നിരിക്കും. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഈ സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് നമ്മുടെ മേശയൊക്കെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനൊരു എല്ലാ ഭാഗത്തേക്കും നമ്മളാക്കിയിട്ട് കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ് നമ്മളതൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ 2-3 മിനിറ്റ് നമ്മളൊന്ന് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് പിന്നെ ഒന്ന് ജസ്റ്റ് ഒരു തുണി കൊണ്ട് വെറുതെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം നനവില്ലാത്തൊരു തുണി കൊണ്ട് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലത്തെ പ്ലെയിൻ പേപ്പർ ഇതുപോലത്തെ പേപ്പർ എടുക്കണ്ട കേട്ടോ. നമ്മൾ ന്യൂസ് പേപ്പർ എടുക്കണ്ടെന്ന് പറയണത്. ഇതുപോലത്തെ പ്ലെയിൻ പേപ്പറുകളുണ്ടെങ്കിൽ ആ പേപ്പർ വെച്ചിട്ട് നമുക്ക് നന്നായി നമ്മുടെ മേശ
തുടച്ചെടുക്കാം കേട്ടോ. ചെറിയ ചെറിയ പൊടികളുണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ കവർ ഇടുമ്പോൾ കവർ ഇങ്ങനെ ബബിൾസ് ആയിട്ട് വന്ന് കിടക്കുന്നത് നമുക്ക് ഇങ്ങനെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ പൊടി നന്നായി കളയണമെങ്കിൽ ഇതുപോലത്തെ പേപ്പർ നമുക്ക് എന്തായാലും എടുത്ത് ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് നന്നായി തുടച്ചെടുക്കാം കേട്ടോ. നമ്മുടെ ന്യൂസ് പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് ജസ്റ്റ് നനഞ്ഞാൽ തന്നെ അതിന്മത്തെ മഷി ചിലപ്പോൾ നമ്മുടെ മേശയമ്മ പിടിക്കും. അപ്പോൾ നിങ്ങളത് എന്തെങ്കിലും ശ്രദ്ധിക്കണം. വൈറ്റ് പേപ്പർ, പ്ലെയിൻ ആയിട്ടുള്ള പേപ്പർ എടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ അതാ കണ്ടില്ലേ, നമ്മുടെ മേശയുടെ അരുഭാഗത്തും ഒക്കെ നന്നായി കണ്ടില്ലേ, അപ്പോൾ തന്നെ അഴുക്ക് കണ്ടില്ലേ, അതൊന്നും നമുക്ക് ശരിക്കും കാണാൻ പറ്റില്ല കേട്ടോ. കാരണം ഇതുപോലെ വൈറ്റായിട്ട് തുടയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്കത് അറിയാം, ഇങ്ങനെ അഴുക്ക് ഇത്ര അധികം പിടിച്ചിരുന്നുണ്ടല്ലോ എന്ന് നമുക്ക് ഇതുപോലത്തെ ഇതിൽ ചെയ്യുമ്പോഴാണ് കേട്ടോ അറിയുള്ളൂ. നമ്മൾ ആ ലിക്വിഡ് വെച്ച് ചെയ്യുമ്പോൾ നല്ലോണം അഴുക്ക് നന്നായി പോരും. പിന്നെ നമ്മൾ സാധാരണ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒഴിച്ചിട്ട് നമ്മൾ ഈ കവറ് ഇടാമെന്ന് വിചാരിക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഒന്ന് എന്താ പറയുക, എല്ലാ ഭാഗത്തേക്കും പൊടി എടുത്തതിന് ശേഷമാണ് കേട്ടോ നമ്മളിതുപോലെ ചെയ്യണത്. മേശമ ഒന്ന് നന്നായി വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് വെറുതെ ഒരു തുണി എടുത്തിട്ട് ഒന്ന് തുടച്ചെടുക്കണം. എന്നാലും അതിൽ വെള്ളത്തിൻ്റെ അംശം അവിടെ ഉണ്ടാവും കേട്ടോ. നമ്മൾ ആ പൊടി മൊത്തം പേപ്പറിൽ എടുത്തിട്ടുണ്ടല്ലോ. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഞാൻ വെള്ളമാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഒരുവിധം മാക്സിമം ഒരു കട്ടിയുള്ള കവറാണ് കേട്ടോ നമ്മൾ ഇതിന് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് മേടിച്ചിട്ടുള്ളത്. നമ്മളത് ആ വെള്ളം കുറച്ചൊക്കെ വെള്ളം നനവ് ഇതേ മേശയുടെ ഉള്ളിലുണ്ട്. നമ്മുടെ കവർ നമുക്ക് മേശമയ്ക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് ഒറ്റയ്ക്കാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും അങ്ങോട്ട് ലെവൽ എനിക്കറിയാത്ത കാരണം കേട്ടോ. അപ്പോൾ അത് കറക്റ്റ് ലെവലിൽ നമ്മൾ സ്ക്വയർ ചെയ്ത് ഒപ്പത്തിനിടണമല്ലോ. അപ്പോൾ ഞാനതേ ഒപ്പത്തിനിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാണ്ടാവും ആകെ ഒരു ബബിൾസ് ആയിട്ടാണ് കിടക്കുന്നത്. അത് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലോ, ആ വെള്ളം നിലവിൽ കിടക്കണ കാരണമാണ് കേട്ടോ അങ്ങനെ ബബിൾസ് വന്നിട്ട് കിടക്കണത്. ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും എന്താ പറയുക, ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഉണ്ണികളൊക്കെ ഉപയോഗിക്കുന്ന സ്കെയിലാണ് കേട്ടോ. അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് നമ്മൾ ലെവലാക്കി കൊടുക്കുക. ആ ലെവലാക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മാറ്റം അറിയായിരിക്കും, കണ്ടില്ലേ. അപ്പോൾ ആ ബബിൾസ് എടുക്കുന്ന ഭാഗത്തൊക്കെ വെള്ളമുണ്ട്. ആ വെള്ളമാണ് അങ്ങനെ നീങ്ങി മേശയുടെ അറ്റത്തേക്ക് ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് സ്കെയിൽ വെച്ചിട്ട് എടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും പഴയ കാർഡുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പിന്നെ നമ്മൾ ഈ മേശ ഉടയ്ക്കുന്ന വല്ല വൈപ്പർ അതുപോലത്തെ ചെറിയ സാധനങ്ങൾ ഉണ്ടാവില്ലേ, അങ്ങനത്തെ സാധനങ്ങൾ എടുത്തിട്ട് ഇതുപോലെ വൈപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതാ അടിപൊളിയായിട്ട് മേശയുടെ കവർ ഇട്ടുണ്ടെന്ന് തന്നെ തോന്നില്ല കേട്ടോ. നമ്മളിതുപോലെ ഇങ്ങനെ വൈപ്പ് ചെയ്ത് എല്ലാ ഭാഗത്തേക്ക് എടുക്കും. ഇപ്പോൾ തന്നെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ മാറ്ററിയാം. നമ്മളെല്ലാവരും ചോദിക്കും ഇതുമ്പോൾ കവർ ഇട്ടുണ്ടോ എന്നുള്ളൊരു ഇത് ചോദിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ അടിപൊളി ടിപ്പാണ് എന്തായാലും. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ആ സൊല്യൂഷൻ ചെയ്യരുത്, ആ പൊടിയൊക്കെ കളഞ്ഞതിന് ശേഷമാണ് നമുക്കിതുപോലെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ ടിപ്പ് ഉപയോഗിച്ച് ഒന്ന് ചെയ്ത് നോക്കി നോക്ക്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ.